മിന്നൽ മുരളി സ്പൈഡർമാൻ ഒരു ഫൈറ്റ് നടന്നാൽ ആരായിരിക്കും ചെയ്യുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് ആണല്ലേ. വരൂ നമുക്ക് നോക്കാം ഇവരിൽ ആരാണ് കൂടുതൽ പവർഫുൾ. ഈ വീഡിയോയിൽ ഇവരുടെ പവേഴ്സിനെ ഞാൻ 6 രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. സോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. പാർട്ട് 1 ഒറിജിൻ. കുറുക്കൻ മൂലയിലെ ഒരു ലോക്കൽ പയ്യനായിരുന്ന ജെയ്സന് കരോളിൽ വെച്ച് മിന്നൽ സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് മിന്നൽ മുരളിയാവുന്നത്. അടുത്തത് പീറ്റർ. സ്കൂളിൽ നിന്ന് പോയ ഒരു പഠന ട്രിപ്പിന്റെ ഭാഗമായി ഒരു സ്പൈഡർ ലാബിൽ വെച്ച് MJയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു അമാനുഷിക ചെലന്തി കടിച്ചിട്ടാണ് പീറ്റർ പാർക്കർ എന്ന സാധാരണ വിദ്യാർത്ഥിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ലഭിക്കുന്നു. ശേഷം അവൻ സ്പൈഡർമാൻ ആവുന്നു. പാർട്ട് 2 പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്. മിന്നൽ മുരളിയുടെ കേസ് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് സൂപ്പർ സ്പീഡുണ്ട്, സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ റിഫ്ലക്സും ഉണ്ട്, ഫ്ലൈയിങ് എബിലിറ്റിയും ഉണ്ട്. അതുപോലെ റീജനറേഷൻ, ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങാനുള്ള കഴിവുണ്ട്. സ്പൈഡർമാൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, വാൾ ക്രോളിംഗ് അല്ലെങ്കിൽ ഭിത്തി കയറാനുള്ള കഴിവുണ്ട്, ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ കഴിവുണ്ട്, പോരാത്തതിനെ എടുത്തു പറയേണ്ട സ്പൈഡി സെൻസും ഉണ്ട്. പാർട്ട് 3 ഫൈറ്റിംഗ് സ്കിൽസ്. ഫസ്റ്റ് നമുക്ക് മിന്നൽ മുരളിയുടെ ഫൈറ്റിംഗ് സ്കിൽസ് നോക്കാം. മിന്നൽ മുരളി റോ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ എബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അട്ടർ മോസ്റ്റ് എഡ്ജ് തന്നെ കിട്ടാനായിട്ട് സാധിക്കും. മിന്നൽ മുരളിയുടെ ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെക്കാട്ടിലും കുറച്ച് പവേഴ്സ് ഉള്ള ഷിബുവായിട്ട് മാത്രമേ പുള്ളി ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഫൈറ്റിംഗ് എക്സ്പീരിയൻസസ് ഒന്നും പുള്ളിക്കില്ല. പക്ഷേ സ്പൈഡർമാൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുള്ളി അവഞ്ചേഴ്സുമായിട്ട് ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്തു. മിന്നൽ മുരളിയെക്കാട്ടിലും ഫൈറ്റിംഗ് എക്സ്പീരിയൻസസ് ഒരു പടി ഉള്ളത് സ്പൈഡർമാന് തന്നെയാണ്. മിന്നൽ മുരളിക്ക് സ്പൈഡർമാനെ തോപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്പീഡാണ്. കാരണം സ്പൈഡർമാന് മിന്നൽ മുരളിയുടെ അത്ര സ്പീഡില്ല. പക്ഷേ പുള്ളിയുടെ സ്പൈഡി സെൻസ് നേരെ യൂസ് ചെയ്താൽ മതി. പാർട്ട് 4 പേഴ്സണാലിറ്റി. സ്പൈഡർമാൻ്റെ പേഴ്സണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ പുള്ളി സീരിയസ് സിറ്റുവേഷൻ വരെ കോമഡി ആകുന്ന ഒരാളാണ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. അതായത് ഒരു വിറ്റി ക്യാരക്ടറാണ്, ഒരു ജോക്ക് പറയുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ എല്ലാവരോടും കൈൻഡാണ്, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു ഐഡിയൽ ക്യാരക്ടറാണ്. മിന്നൽ മുരളി നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ഫൈറ്റിൻ്റെ സമയത്ത് വളരെ സീരിയസ് ആണ്. അതല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ. ഏതാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്പൈഡർമാനോട് സിമിലർ തന്നെയാണ്. സോ രണ്ടുപേരുടെ ക്യാരക്ടർ വൈസ് ഏതാണ്ടൊക്കെ സിമിലർ. പിന്നെ മിന്നൽ മുരളിയുടെ തുടക്കത്തിൽ നമ്മുടെ ജെയ്സൺ എന്ന ക്യാരക്ടർ ഒരു അല്പം സെൽഫിഷ് ആണെങ്കിലും അവസാനത്തേക്ക് വരുമ്പോൾ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഐഡിയൽ ക്യാരക്ടറായി തന്നെ മാറുന്നു. പാർട്ട് 5 ദി ബാറ്റിൽ. ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ എക്സ്പീരിയൻസസ്, ഇവരുടെ ഫൈറ്റിംഗ് എബിലിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. എക്സ്പീരിയൻസും പവേഴ്സും ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കാനാണെങ്കിൽ സ്പൈഡർമാൻ ജയിക്കാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. അത് ഒരു കാര്യം വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സർക്കംസ്റ്റാൻസിന്റെ ബേസിസിൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കും. എവിടെ വെച്ച് നടക്കുന്നു, ഇതിന്റെ കാര്യം എന്താണ്, അങ്ങനെ റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ ഇതിനുള്ള ഒരു കറക്റ്റ് ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. പാർട്ട് 6 ദി കൺക്ലൂഷൻ. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചതിന് ശേഷം കിട്ടിയ ഒരു ഉത്തരമായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതായിരിക്കില്ല നിങ്ങളുടെ ഉത്തരം. ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓരോരോ പവേഴ്സ് അവർക്ക് എക്സ്ട്രാ വരും. ഇതിലെ 2 ക്യാരക്ടേഴ്സിനെ ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പവേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഈ കേസിൽ, അതായത് ഇവർ രണ്ടുപേരും കൂടി ഒരു ബാറ്റിൽ നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് കൂടെ മറക്കാതെ കമൻറ്റ്. പിന്നെ ഞാനൊരു AI രീതിയിലൂടെ ഇതിനെ കൊണ്ടുപോകാൻ ഒരു പ്ലാൻ ഉണ്ട്. ലൈക്ക് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുതിയ പ്രശ്നത്തിനെ പരിഹരിച്ചാൽ അത് എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു ഇമാജിനറി സ്റ്റോറി. അത് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതൊരാരും ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം. സോ ഒരു AI വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ആലോചിച്ച് കൂടെ എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റിലൂടെ വന്ന ഒരു ചിന്തയാണത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ നിന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ആ AI സ്റ്റോറിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്ന സൈനിങ് ഔട്ട്. ബൈ.